നമസ്കാരം. സ്റ്റെതസ്കോപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് നമ്മുടെ ചർമ്മമാണ്. ആരോഗ്യമുള്ള ചർമ്മം ഉണ്ടാകുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ലക്കം സ്റ്റെതസ്കോപ്പ് ചർച്ച ചെയ്യുന്നത് ചർമ്മ സംരക്ഷണത്തെക്കുറിച്ചാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചർമ്മത്തെക്കുറിച്ചും ചർമ്മ സംരക്ഷണത്തെക്കുറിച്ചും വിശദമാക്കാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് ഇക്ര ഈസ്തറ്റിക്സിലെ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ പൂർണിമ കെ നായരാണ്. വെൽക്കം. ഹലോ മേഡം, നമ്മൾ സ്കിന്നിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ചോദിക്കുക സ്കിന്നിൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് അല്ലേ? എത്ര തരം സ്കിന്നുകളുണ്ട്? അത് തന്നെ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കുറേ ടൈപ്സ് ഓഫ് സ്കിൻ കാണാറുണ്ട്. ബട്ട് ദ മോസ്റ്റ് കോമൺ നോർമൽ സ്കിൻ നമ്മൾ പറയുന്നത് ഒരു കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. യൂഷ്വലി നമ്മുടെ ഈ ഏരിയയിൽ കുറച്ചും കൂടി ഓയിലി, ബട്ട് ഈ ഏരിയയിൽ കുറച്ചും കൂടി ഡ്രൈ, അതാണ് കോമ്പിനേഷൻ സ്കിൻ. പിന്നെ ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, അങ്ങനെ നോർമൽ സ്കിൻ ലൈക്ക് ഐ സെഡ് മോസ്റ്റ് കോമൺ ഇസ് കോമ്പിനേഷൻ സ്കിൻ. ഇത്തരം 3 തരം സ്കിന്നുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് ഈ കാലത്ത് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളതാണ്. എല്ലാവരും സ്കിന്നിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് യൂട്യൂബിലാണെങ്കിലും പലതരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. എങ്ങനെയാണ് അതിൻ്റെ സംരക്ഷണം വേണ്ടത്? സോ ബേസിക്കലി നമുക്ക് ഓൾവേസ് കുറച്ച് ഫൗണ്ടേഷൻ വേണം. സോ ദർ ഷുഡ് ബി എ മോർണിംഗ് സ്കിൻ കെയർ, ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ വേണം. ആൻഡ് ഇതിലെല്ലാം ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ഒരു ക്ലെൻസറാണ്. ഓക്കെ, സോ ക്ലെൻസർ ഫോളോഡ് ബൈ എ മോയ്സ്ചറൈസർ ആൻഡ് ഡേ ടൈം ആണെങ്കിൽ ഒരു സൺസ്ക്രീൻ. ഇതാണ് ഫൗണ്ടേഷൻസ് ഓഫ് സ്കിൻ കെയർ റൂട്ടീൻ. നൈറ്റ് ടൈം ആണെങ്കിൽ അഗൈൻ ക്ലെൻസർ, മോയ്സ്ചറൈസർ. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ നിങ്ങളുടെ കൺസേൺ എന്താണ്, നിങ്ങൾക്ക് പിമ്പിൾസിൻ്റെ പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ പ്രോബ്ലം ആണോ, അല്ലെങ്കിൽ മെയിൻലി ജസ്റ്റ് ആൻറ്റി ഏജിങ് മെഷേഴ്സ് ആണോ, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ഈസ് യുവർ കൺസേൺ നമുക്ക് നമ്മുടെ റൂട്ടീൻസ് മാറ്റാം ബൈ ആഡിങ് വേറെ വേറെ ഇൻഗ്രീഡിയൻസ്. അങ്ങനെയാണ് നമ്മൾ ഒരു റൂട്ടീൻ ഫോം ചെയ്യണത്. അപ്പോൾ ഈ റുട്ടീനിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ ഓയിലി സ്കിന്നിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ കെയർ ചെയ്യേണ്ടത്. ഈ ഓയിലി സ്കിന്നിൽ പൊതുവേ കാണുന്ന ഒരു പ്രശ്നമാണ് പിമ്പിൾസ്. എങ്ങനെയാണ് അതിനെ കെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്? സോ മോസ്റ്റ് കോമൺ കണ്ടീഷൻ നമ്മളിപ്പോൾ ക്ലിനിക്കിലും കാണുന്നത് യങ്സ്റ്റേഴ്സ്, ദേ കം വിത്ത് ഓയിലി സ്കിൻ which leads to acne and it can cause ഭയങ്കര സൈക്കോളജിക്കൽ ട്രോമ. ബിക്കോസ് ഈ ആക്നെ നമുക്ക് കറക്റ്റായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും, സ്കാറിങ് ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഒരു പ്രോപ്പർ ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് ദ ബെസ്റ്റ്. സോ ഓയിലി സ്കിൻ ആണെങ്കിൽ വി നീഡ് സംതിങ് ടു കൺട്രോൾ ദാറ്റ് ഓയിൽ. ഈ ഓയിൽ കൂടുമ്പോഴാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ട് നമ്മുടെ പിമ്പിൾസ് ഇങ്ങനെ വലുതായി പൊട്ടുന്നത്. സോ സാലിസിലിക് ആസിഡ് ക്ലെൻസേഴ്സ് ഹാവ് ഗുഡ് എഫിനിറ്റി ഫോർ ഓയിൽ. അപ്പോൾ ഓയിലി സ്കിന്നിൽ അത് നന്നായിട്ട് പെനെട്രേറ്റ് ചെയ്തിട്ട് അത് ക്ലീൻ ആക്കാനാണ് അതിൻ്റെ ജോലി. സോ ഗെറ്റ് എ ക്ലെൻസർ വിച്ച് ഹാസ് സം സാലിസിലിക് ആസിഡ് ഇൻ ഇറ്റ്. പിന്നെ നമ്മൾ പിമ്പിൾസ് വരുമ്പോൾ തന്നെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഡോണ്ട് വെയിറ്റ് ഫോർ ആ പിമ്പിൾ ടു ബിക്കം ബിഗ്, പിന്നെ അത് പൊട്ടിയിട്ട് മാർക്കാവാൻ, സ്കാർ ആവാൻ. അപ്പോൾ തന്നെ ഒരു ക്ലിൻഡനൈസിൻ ബേസ്ഡ് ആൻറ്റിബയോട്ടിക് ക്രീംസ് ഉണ്ട്, പിന്നെ അഡാപ്പലിൻ, ബെൻസോയിൽ പെറോക്സൈഡ്, ഇതൊക്കെ കുറേ മരുന്നുകളാണ്. ഒരു മരുന്ന് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറെ മരുന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ യു ഷുഡ് ഓൾവേസ് കൺസൾട്ട് എ ഡെർമറ്റോളജിസ്റ്റ് ടു ഗെറ്റ് ദ പ്രോപ്പർ കെയർ. കുറേ പേഷ്യൻസ് ഒന്നും ചെയ്യാതെ ലാസ്റ്റ് സ്റ്റേജ് ഫുൾ സ്കാറിങ് ആയിട്ട് വന്നാൽ നമുക്ക് അതിന് ട്രീറ്റ് ചെയ്യാൻ പ്രൊസീജിയേഴ്സാണ് വേണ്ടത്. ക്രീംസ് വെച്ചത് മാറ്റാൻ പറ്റൂല. സോ ഏർലി ഓൺ തന്നെ നമ്മളൊരു പ്രോപ്പർ കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ വിൽ നോ വാട്ട് ടു ഡു ആൻഡ് പ്രിവെൻറ്റ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത്തരത്തിൽ സ്കാറിങ് വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിൽ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും? സ്കാറിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രീംസ് മാത്രം പോരാ, യു ഹാവ് ടു ഡു പ്രൊസീജിയേഴ്സ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ മോസ്റ്റ് ക്ലിനിക്സ് ഹാവ് പ്രൊസീജിയേഴ്സ് ലൈക്ക് മൈക്രോ നീഡ്ലിംഗ്, കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ, പിന്നെ ഭയങ്കര ഡീപ്പ് സ്കാർസ് ആണെങ്കിൽ സബ്സിഷൻ. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സ്കാർ. സ്കാർസും ഒരേപോലെ അല്ല, ചിലത് പിൻ പോയിൻ്റ് ആയിരിക്കും, ചിലത് കുറച്ചും കൂടി കുഴിയുണ്ടാവും, ബോക്സ് ടൈപ്പ്, റോളിംഗ് ടൈപ്പ്. അപ്പോൾ അതൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ടൈപ്പാണ് സ്കാർ നിങ്ങൾക്കുള്ളത് ആൻഡ് വാട്ട് ഈസ് ദ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ. ആൻഡ് സ്കാറിങ് ട്രീറ്റ്മെൻറ്റ് ഓൾവേസ് ടേക്സ് എ ലോങ്കർ ടൈം. അത്
2-3 sittings വേണ്ടി വരും monthly once over 3 to 6 months. So you will have to consult a dermatologist for that. ഇപ്പോൾ സ്കാറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊന്നാണ് ഇപ്പം മുഖത്ത് രണ്ട് സൈഡിലും ഇങ്ങനെ കറുത്ത പാടുകൾ വരിക, അപ്പോൾ കരിമംഗലം എന്നൊക്കെ പറയും. അത് എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുക? അത് വന്നാൽ ഉടനെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. ബിക്കോസ് അത് കുറേ സ്പ്രെഡായി കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കുറച്ച് പാടാണ്. അപ്പോൾ വൺസ് അതിൻ്റെ ഏർലി സ്റ്റേജ് തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്പ്രെഡാവാതെ നമുക്ക് നോക്കാം. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദിസ് ഇസ് സൺ പ്രൊട്ടക്ഷൻ. സൺ പ്രൊട്ടക്ഷൻ അത് മിസ്സാവാതെ നോക്കണം. ബിക്കോസ് മോർ ആൻഡ് മോർ സൺ എക്സ്പോഷർ മേക്സ് ഇറ്റ് മച്ച് വേഴ്സ്. സോ നമ്മളിപ്പോൾ സൺസ്ക്രീനെ പറ്റി കുറേ കേൾക്കാറുണ്ട്. പണ്ടൊക്കെ സൺസ്ക്രീൻ തേച്ചാൽ ഓയിലിനെസ് അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ആർ അവൈലബിൾ. ഒരു ബ്രാൻഡ് സൂട്ട് ആയില്ലെങ്കിൽ നമുക്ക് വേറൊരു ബ്രാൻഡ് എപ്പോഴും ട്രൈ ചെയ്യാം. ജസ്റ്റ് ആസ്ക് യുവർ ഡെർമറ്റോളജിസ്റ്റ്, മൈ സ്കിൻ ഇസ് നോട്ട് ഗെറ്റിംഗ് യൂസ് ടു ദിസ് വൺ, സോ ദേ വിൽ ട്രൈ സം അതർ ബ്രാൻഡ് ഫോർ യു. ആൻഡ് നമ്മൾ കറക്റ്റായിട്ട് തേക്കാനും പഠിക്കണം. ഈ 2 finger breaths ആണ് ഫോർ ഫുൾ ഫേസ്. അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി ഇടുന്നത് ഒരു 2-3 കുത്തായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. ആൻഡ് സപ്പോസ് നമ്മൾ രാവിലെ ഇട്ടു, പിന്നെ പുറത്ത് പോയി, ഇപ്പോൾ ഇറ്റ് ഈസ് 10 o'clock 12 o'clock, വീണ്ടും യു ആർ ഗോയിങ് ഔട്ട് ഇൻ ദ സൺ, യു ആർ സപ്പോസ് ടു റീഅപ്ലൈ. ഇതും ആൾക്കാർ ശരിക്കും ചെയ്യാറില്ല. അപ്പോൾ ഇഫ് യു ആർ ഗോയിങ് ഔട്ട് ആഫ്റ്റർ 2 hours ഓഫ് യൂസിങ് സൺസ്ക്രീൻ ഒന്നും കൂടി റീഅപ്ലൈ ചെയ്യണം. ഈ യങ് ഏജിൽ നമുക്ക് അത്ര പിഗ്മെൻറ്റേഷനെ പറ്റി ബോധർ ഉണ്ടാവില്ല. our skin is youthful. പെട്ടെന്ന് പുതിയ സ്കിൻ വരും. യു ഡോണ്ട് റിയലൈസ്. ഒരു 30 ഒക്കെ ക്രോസ് ചെയ്താൽ യു വിൽ റിയലൈസ് മാർക്ക് വന്നാൽ അത് പെട്ടെന്ന് പോകുന്നില്ല, കുറേ ടൈം എടുത്തിട്ടാണ് മങ്ങുന്നത്. അപ്പോൾ ഈ യങ് ഏജിലെ നമ്മൾ സൺസ്ക്രീൻ റെഗുലറായിട്ട് ഇടാൻ തുടങ്ങിയാൽ യു ഗെറ്റ് ഇൻ ടു എ റൂട്ടീൻ, എ ഹാബിറ്റ് ഓഫ് യൂസിങ് സൺസ്ക്രീൻ. ഫ്യൂച്ചറിൽ ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു ആസ് യു ഏജ്. സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തല്ല? ഒരു മിനിമം SPF 30 to 50 നോക്കുക. ഓക്കെ. ആൻഡ് യൂഷ്വലി നൗഡേയ്സ് അതിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടാവും ഓയിലി സ്കിൻ ടൈപ്പ് ആണോ അല്ലെങ്കിൽ ഫോർ ഡ്രൈ സ്കിൻ ആണോ. സോ മോസ്റ്റ് ഓഫ് us do not prefer dry skin type sunscreens because they can be very heavy. പിന്നെ ഒരു വൈറ്റ് കാസ്റ്റ് മോസ്റ്റ് ഓഫ് ദ സൺസ്ക്രീൻസിൽ ഉണ്ടാവും. പക്ഷേ ഇപ്പം വരുന്ന സൺസ്ക്രീൻ കുറേ മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻസ് ആണ്, കുറച്ചും കൂടി പൗഡറി ഫിനിഷാണ് ഉള്ളത്. സോ ബെസ്റ്റ് വുഡ് ബി യു ഹാവ് ടു ട്രൈ ആൻഡ് ടെസ്റ്റ്. ഒന്ന് പറ്റിയില്ലെങ്കിൽ വേറെ ഒന്നിലേക്ക് മാറും. ദ പ്രോബ്ലം ഈസ് ഒന്ന് പറ്റിയില്ല എന്നിട്ട് അവർ ഫുള്ളായിട്ട് ആ സൺസ്ക്രീൻ തന്നെ ഒഴിവാക്കുന്നതാണ് ചെയ്യാതെ ഇരിക്കുക. ഗോ ടു സംബഡി ഹു മൈറ്റ് നോ ആൻഡ് ട്രൈ അനദർ വൺ. സ്കിന്നിൻ്റെ കണ്ടീഷൻ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഫെയർനെസ് അല്ലെങ്കിൽ ഗ്ലോ ഉണ്ടാവുക എന്നുള്ളത്. ഈ ഗ്ലൂട്ടാതയോൺ പ്രധാന ഒരു മാർക്കറ്റായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ താരങ്ങളൊക്കെ അത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് പോലും ഗ്ലൂട്ടാതയോൺ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അതിന് എത്രത്തോളം എഫക്റ്റ് ഉണ്ട് ശരിക്കും? നമുക്കൊരു ഗ്ലോ കിട്ടും ബിക്കോസ് ഓഫ് ദി ആൻറ്റി ഓക്സിഡൻറ്റ് ഇഫക്റ്റ്, ബട്ട് ഇറ്റ്സ് നോട്ട് ലോങ് ലാസ്റ്റിംഗ്. നമ്മൾ എത്ര നാളത് കഴിക്കും അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്യും അത്ര നാളത്തേക്ക് ആ ഇഫക്റ്റ് കാണും. വൺസ് യു സ്റ്റോപ്പ് ദി യൂസേജ് ദ ഗ്ലോ ഓൾസോ കംസ് ഡൗൺ. സോ ഇറ്റ് ഇസ് സംതിങ് നമ്മൾ ഒരു റെഗുലർ ബേസിസിൽ കഴിക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തായാലും കഴിക്കുന്ന ടൈമിൽ നമുക്കുണ്ടാവും. പിന്നെ IV ഇഞ്ചെക്ഷൻസ് കുറേ ക്ലിനിക്സിൽ ചെയ്യാറുണ്ട്, ഇവിടെയും ചെയ്തിട്ടുണ്ട്. വൈൽ വി ഡു ദ IV ഇഞ്ചെക്ഷൻ വി വിൽ ബി മോണിറ്ററിങ് ദ പേഷ്യൻറ്റ്. ആൻഡ് ലൈക്ക് ആസ് മെൻഷൻഡ്, ആദ്യം യൂഷ്വലി ഒരു 1 month വീക്ക്ലി വൺസ് ഓർ എവറി 2 weeks ചെയ്തിട്ട് നമ്മൾ ഓറൽ ഗ്ലൂട്ടാതയോണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ബട്ട് ദ റിസൾട്ട്സ് വിൽ ലാസ്റ്റ് ആസ് ലോങ് ആസ് യു ടേക്ക് ദ ട്രീറ്റ്മെൻറ്റ്. ഒപ്പം തന്നെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റിനെ കുറിച്ച് കൂടി പറയണം തോന്നുന്നു അല്ലേ? കിഡ്നിയൊക്കെ ട്രബിളിലേക്ക് വരുത്തിക്കുന്നു പറയുന്നുണ്ട്. എത്രത്തോളം ഉണ്ടത്? IV glutathione has been known to probably affect the kidneys. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ അത്ര ഡോസ് വരെ കൊടുക്കാറുമില്ല പേഷ്യൻസിന്. ഇപ്പം നമ്മൾ എല്ലാവരും പറയുന്ന ഒരു സാധനമാണ് ഗ്ലൂട്ടാതയോൺ. ഇതല്ലാതെ മറ്റു കണ്ടീഷൻസ് എന്തെല്ലാം നമുക്ക് ഗ്ലോ വരാനും അല്ലെങ്കിൽ സ്കിന്നിനെ കെയർ ചെയ്യാനൊക്കെ? നമുക്ക് പല ടൈപ്സ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇപ്പോൾ സ്കിൻ ലൈറ്റനിങ്ങിന്. ആൻഡ് ഈ കരിമങ്ങലിലൊക്കെ മോസ്റ്റ് കോമൺലി യൂസ് ട്രീറ്റ്മെൻറ്റ് ഇസ് ഹൈഡ്രോക്വിനോൺ. പക്ഷേ അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. സോ ഡോണ്ട് യൂസ് ഹൈഡ്രോക്വിനോൺ വിതൗട്ട് എ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ. പക്ഷേ ഓവർ ദ കൗണ്ടർ വേറെ കുറേ അതർ സ്കിൻ ലൈറ്റനിങ് ഏജൻസ് ഉണ്ട്. കോജിക് ആസിഡ്,
azelaic acid, licorice, arbutin, എത്രയോ സ്കിൻ ലൈറ്റനിങ് ക്രീംസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം ഓൺലൈനായിട്ട് ഈസി ആക്സസിൽ കിട്ടും, സീറം ബേസ് ആയിട്ട്, ക്രീം ബേസ് ആയിട്ട്. ദ പ്രോബ്ലം വാട്ട് വി സീ നൗ ഇസ് എല്ലാവരും 2-3 പ്രോഡക്ട്സ് ഒരുമിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പം സംടൈംസ് യുവർ സ്കിൻ കനോട്ട് ടോളറേറ്റ് സോ മെനി പ്രോഡക്ട്സ് ടുഗെദർ. അപ്പോഴാണ് അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് റെഡ്നെസ്, ബേർണിങ്, പീലിംഗ് ഓഫ് സ്കിൻ ഇതൊക്കെ കാണുന്നത്. പിന്നെ സ്റ്റാർട്ട് എനി ന്യൂ പ്രോഡക്റ്റ് അറ്റ് നൈറ്റ്, സ്ലീപ്പ് and maybe give 1 day's gap between products. Make sure your skin is okay with it. എന്നിട്ട് അത് ഡെയിലി നൈറ്റ് ആക്കുക. And if required, you can use it morning time also. But you should have an idea about, if you have any doubts, always consult a dermatologist. Don't use too many products together at the same time. And വേറൊരു കാര്യം, make sure you are always using sun protection in the morning. All skin lightening creams നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി സെൻസിറ്റീവ് ആക്കും ടു ദ സൺ. ഈ ഗ്ലൈക്കോളിക് ആസിഡ് ബേസ്ഡ് ക്രീംസ് ഒക്കെ നല്ല റിസൾട്ടാണ്, ബട്ട് ദേ മേക്ക് യു സെൻസിറ്റീവ് ടു സ്കിൻ. അപ്പോൾ നിങ്ങൾ രാത്രി ഗ്ലൈക്കോളിക് ആസിഡ് തേച്ചിട്ട് രാവിലെ സൺഡേ ഫ്രണ്ടിൽ പോവുകയാണെങ്കിൽ യുവർ പിഗ്മെൻറ്റേഷൻ വിൽ ഇൻക്രീസ്. അപ്പോൾ നിങ്ങൾക്കൊരു തറോ ഐഡിയ വേണം. സോ മേക്ക് ഷുവർ സൺ പ്രൊട്ടക്ഷൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. എനി ന്യൂ പ്രോഡക്റ്റ് ട്രൈ ചെയ്യുകയാണെങ്കിൽ നൈറ്റ് ടൈമിൽ ട്രൈ ചെയ്യാം. പിന്നെ ആൻറ്റി ഏജിങ്ങിന് one of the best creams that all ladies can try, ladies and gents after the age of 30 ആയിരിക്കും retinoids. അതിന് ആൻറ്റി പിഗ്മെൻറ്റേഷൻ ബെനിഫിറ്റ് ഉണ്ട്, ആൻറ്റി റിങ്കിൾസ്, ആൻറ്റി ഫൈൻ ലൈൻസ് ബെനിഫിറ്റ്, ആൻറ്റി ആക്നെ ബെനിഫിറ്റ്സ്, മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ഉള്ള ക്രീമാണ്. പക്ഷെ എല്ലാവർക്കും അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അറിയില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഹൈ സ്ട്രെങ്ത് ഡെയിലി നൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും സ്കിൻ റിയാക്ട് ചെയ്യും, റെഡ്നെസ് വരും, പീലിംഗ് വരും, അതോടെ നിങ്ങളത് നിർത്തും. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മയത്തിൽ യൂസ് ചെയ്യുക, ലോ ഡോസ് യൂസ് ചെയ്യുക, എല്ലാ രാത്രി വേണ്ട, മേ ബി 2 nights a week. ഒരു സ്കിൻ കെയർ നോക്കുമ്പം ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ഇറ്റ് ആസ് ഡെയിലി, ഓൾസോ തിങ്കിങ് ഇറ്റ് ഓൺ എ വീക്ക്ലി ബേസിസ്. ഓൾ പ്രോഡക്ട്സ് എല്ലാ ദിവസവും വേണ്ട, ഒരു 2 to 3 times a week മതി. നമുക്ക് എല്ലാ രാത്രി എല്ലാം ഇടണം അങ്ങനെയല്ല. പക്ഷെ അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ ചിലപ്പോൾ യു മൈറ്റ് നീഡ് ടു കൺസൾട്ട് എ ഡെർമറ്റോളജിസ്റ്റ് ഹു ക്യാൻ ഗൈഡ് യു വിച്ച് പ്രോഡക്ട്സ് വെൻ, ഹൗ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയുന്നത് ഹൈജീനാണ് അല്ലേ? ഇപ്പോൾ സ്കിന്നാണെങ്കിൽ നമ്മൾ ഹൈജീനായി കൊണ്ടുവരുന്നുള്ളത് എന്താണ് സ്കിൻ ഹൈജീനിൽ നമ്മൾ? സോ സ്കിൻ ഹൈജീൻ മോസ്റ്റ്ലി കംസ് ഇൻ ടു പ്ലേ ഇൻ ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന സ്റ്റുഡൻസ്, യങ്സ്റ്റേഴ്സ്. ഇപ്പോൾ കുറേ കേസസ് ഓഫ് ഫംഗൽ ഇൻഫെക്ഷൻ കാണാറുണ്ട്, വട്ടച്ചൊറി. ഈ കുട്ടികളൊക്കെ ചിലപ്പം കോമൺ ലോണ്ട്രിയിലായിരിക്കും തുണികളൊക്കെ വാഷ് ചെയ്യുക, അപ്പോൾ അത് സ്പ്രെഡ് ആകാൻ ചാൻസ് വളരെ കോമൺ ആണ്. അപ്പോൾ വട്ടച്ചൊറി ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുക. ക്രീംസ് ഷുഡ് ബി വിതൗട്ട് സ്റ്റിറോയിഡ്. ഡോണ്ട് യൂസ് ക്രീംസ് ഓവർ ദ കൗണ്ടർ വിത്ത് സ്റ്റിറോയിഡ് ഇൻ ഇറ്റ്. ആൻഡ് മേക്ക് ഷുവർ യു ഫോളോ സം ഹൈജീൻ പ്രാക്ടീസസ്. ലൈക്ക് വെറ്റ് ക്ലോത്ത്സ് ഒന്നും ഇടാൻ പാടില്ല, നല്ലപോലെ വേർത്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കുളിക്കുക. നെവർ റീയൂസ് ക്ലോത്ത്സ്. നമ്മുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ വാഷ് ചെയ്തിട്ട് വെയിലത്തുണക്കുക, വെയിലില്ലെങ്കിൽ ഇസ്ത്രി ഇടുക, ലൂസ് കോട്ടൺ തുണി ഇടുക, കാറ്റൊന്നും കയറാൻ പറ്റുന്ന ടൈപ്പ്. വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് മാറും, പിന്നെ അവരുടെ വീണ്ടും വരും. നിങ്ങളൊക്കെ തുണി ഒരുമിച്ച് കഴുകിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ട്രീറ്റ്മെൻറ്റ് ഒരുമിച്ചെടുക്കുക. അങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സ് നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ വി ക്യാൻ കൺട്രോൾ ഇറ്റ്. അതുപോലെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഫേസിലാണെങ്കിൽ തന്നെ അമിതമായ രോമ വളർച്ച, ഇപ്പം അപ്പർ ലിപ്പ് അങ്ങനെയെല്ലാം രോമ വളർച്ച ഉണ്ടാവാറുണ്ട്. ഹോർമോൺ ഇംബാലൻസ് ആണെന്ന് നമുക്കറിയാം. അതിനെന്താണ് ട്രീറ്റ്മെൻറ്റ്? ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ യു ഹാവ് ടു റൂൾ ഔട്ട് PCOS പറഞ്ഞൊരു സംഭവം, എസ്പെഷ്യലി ലേഡീസ്. PCOS ഉണ്ടെങ്കിൽ നമുക്ക് ലേസർ ഹെയർ റിമൂവലിന് അത്ര ഇഫക്റ്റ് കിട്ടൂല. PCOSൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡ് ബൈ സൈഡ് നടത്തണം. ഡയറ്റ് കൺട്രോൾ, എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വേണം. അതിൻ്റെ കൂടെ വേണമെങ്കിൽ വി ക്യാൻ ആഡ് ലേസർ ഹെയർ റിമൂവൽ. But laser hair removal works very well for upper lip hair growth, chin hair growth, underarms,
ഫുൾ ബോഡി ഹെയർ ഗ്രോത്ത് ഓൾസോ ഇപ്പോൾ കുറേ പേഷ്യൻസ് വന്ന് ചെയ്യാറുണ്ട് ലേസർ. യൂഷ്വലി ഒരു 6 to 8 സിറ്റിങ്സിൽ നമുക്കൊരു 60 to 80% റിസൾട്ട്സ് ഒക്കെ കിട്ടാം. നമ്മുടെ തിക്കായിട്ട് വരുന്ന മുടിയൊക്കെ കുറച്ചും കൂടി തിന്നാവും, ആ ഡാർക്ക് കളർ കുറച്ചും കൂടി ലൈറ്റർ കളറാവും. സോ കുറേ പേരിങ്ങനെ റെഗുലർലി ഷേവിങ് പ്ലക്കിംഗ് ഒക്കെ ചെയ്താൽ ഇറ്റ് ക്യാൻ ബി ഹാർഷ് ഓൺ ദ സ്കിൻ. അപ്പോൾ അവിടെ ഒരു പിഗ്മെൻറ്റേഷൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിൽ ലേസർ ഹെയർ റിമൂവൽ ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ലേസർ ചെയ്തിട്ടും റിസൾട്ട് വരാത്ത കേസുകൾ ഉണ്ടാവുമല്ലോ. യൂഷ്വലി റിസൾട്ട് അങ്ങനെ കിട്ടാത്ത കേസ് വുഡ് ബി ഹോർമോണൽ ഇംബാലൻസ്. അപ്പോൾ PCOS അൺകൺട്രോൾഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബോഡിയിൽ. അത് ഉള്ളിൽ നിന്നൊരു പ്രോബ്ലമാണ്. അപ്പം നമ്മൾ പുറത്തുനിന്ന് ലേസർ മാത്രം ചെയ്തുകൊണ്ട് അത് മാറില്ല. അപ്പോൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്, ലൈക്ക് ഐ സെഡ്, ദ റീസൺ ഫോർ ദ ഹെയർ ഗ്രോത്ത്, വെദർ ഇറ്റ് ഈസ് ഹോർമോണൽ ഇംബാലൻസ്. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആ രീതിയിലും സൈഡ് ബൈ സൈഡ് നടത്തേണ്ടതാണ്. ഇപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞത് സ്കിന്നുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഹെയർ ലോസ് വരുന്നത്, അല്ലേ? ഹെയർ ലോസ് കോമൺ ആയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് വരുന്നത്? എന്താണ് അതിന് ചികിത്സിക്കാൻ പറ്റുക? Nowadays hair loss is a lot more common than it was before. Mostly നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലാണ് one of the main reasons. സ്കിന്നും ഹെയർ നമ്മുടെ ഡയറ്റും ന്യൂട്രീഷനായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ്. ആസ് ലോങ് ആസ് our nutrition and diet is lifestyle is good, skin and hair also thrives. But നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. വിറ്റമിൻ ഡി കുറവുള്ള എത്രയോ പേരുണ്ട്. മോസ്റ്റ് കോമൺ കോസ് ഫീമെയിൽസിൽ കാണുന്നത് ഇസ് തൈറോയിഡ് അബ്നോർമാലിറ്റി ആൻഡ് അയൺ ഡെഫിഷ്യൻസി. ഈ അനീമിയ ഉള്ള ആൾക്കാർക്കും, മോസ്റ്റ്ലി ലേഡീസ്, ബിക്കോസ് നമ്മൾക്ക് മന്ത്ലി ആയിട്ട് റെഗുലർ സൈക്കിൾസ് ഉണ്ട്, ബ്ലഡ് ലോസ് ഉണ്ട്. അപ്പോൾ വി ഓൾവേസ് ഷുഡ് ചെക്ക് നമ്മുടെ അയൺ ലെവൽസ് നോർമൽ ആണോ ഇല്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഫോർ ഹെയർ ലോസ്. പിന്നെ തൈറോയിഡ് ഒന്ന് നോക്കുക, വിറ്റമിൻ ഡി ഒന്ന് നോക്കുക. മോസ്റ്റ് ഓഫ് ആ പോപ്പുലേഷൻ നോൺ വെജിറ്റേറിയൻ ആയതുകൊണ്ട് വിറ്റമിൻ B12 ഡെഫിഷ്യൻസി അങ്ങനെ നമ്മൾ കാണാറില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഈ കുറച്ച് ന്യൂട്രീഷണൽ വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഈ ന്യൂട്രീഷൻ വാല്യൂവിനൊപ്പം തന്നെ നമ്മൾ പറയുമ്പോൾ പ്രധാനപ്പെട്ട ഹെയർ ലോസിന് കാരണമായി നമ്മൾ പറയുക ഡാൻഡ്രഫാണ്, അല്ലേ? ഡാൻഡ്രഫ് നമ്മുടെ തലയിൽ, എല്ലാവരുടെ തലയിലുള്ളൊരു ഫംഗസ് ആണ് ഈ മാലസീസിയ ഫർഫർ പറയുന്നൊരു ഫംഗസ്. നോർമലായിട്ട് തലയിൽ ഉണ്ടാവുന്നതാണ്. അതിൻ്റെ ഓവർ ഗ്രോത്ത് ആകുമ്പോഴാണ് നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവുന്നത്. ഇച്ചിങ്, നമ്മുടെ വൈറ്റ് പൊടിയായിട്ട് കാണുന്നത്. ആൻഡ് സ്കാൽപ്പിൽ നല്ല റെഡ്നെസ് ഇച്ചിങ് ആകുമ്പോൾ ചിലപ്പോൾ ഹെയർ ലോസും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഓവർ ദ കൗണ്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആദ്യം ട്രൈ ചെയ്യുക. ഒരു വീക്ക്ലി 1 or 2 റെഗുലറായിട്ട് യൂസ് ചെയ്യുക. മോസ്റ്റ് പേഷ്യൻസ് ഫൈൻഡ് ബെനിഫിറ്റ് വിത്ത് ദാറ്റ് ഇറ്റ് സെൽഫ്. സപ്പോസ് നിങ്ങൾ അത് ട്രൈ ചെയ്തു, റിലീഫ് ഇല്ല, അങ്ങനെയാണെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മോസ്റ്റ് കോമൺ ആൻറ്റി ഫംഗൽ ഷാംപൂ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് കീറ്റോകോണസോൾ ഷാംപൂസ് ആണ്. അതൊരു വീക്ക്ലി 2 യൂസ് ചെയ്യുക, ഒരു മാസം. ദ പ്രോബ്ലം ഇസ് അത് യൂസ് ചെയ്താൽ കുറയും, പിന്നെ ആൾക്കാർ അത് ഫുള്ളായിട്ട് നിർത്തും. ഈ ഫുള്ളായിട്ട് നിർത്തി കളഞ്ഞാൽ, സിൻസ് ഇറ്റ് ഇസ് എ ഫംഗസ് എല്ലാവരുടെയും തലയിൽ ഉള്ളതാണ്, നമുക്കൊരു സ്ട്രെസ് വന്നു, വെള്ളം മാറി, വെതർ ചേഞ്ച് ആയി, ചിലപ്പോൾ അതിൻ്റെ വീണ്ടും ഓവർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ക്യൂർ യു മൈറ്റ് നോട്ട് ഫൈൻഡ് ഫോർ ഡാൻഡ്രഫ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടും കുറയും. അപ്പോൾ നമ്മൾ റെഗുലർലി ഒന്ന് മെയിൻ്റനൻസ് ആയിട്ട് ഈ ആൻറ്റി ഫംഗൽ ഷാംപൂ വീക്ക്ലി 1 ഓർ എല്ലാ 10 ദിവസം കൂടുമ്പോൾ ഇടയ്ക്ക് യൂസ് ചെയ്യുക. സോ ഇറ്റ് ബ്രിങ്സ് ഡൗൺ ദാറ്റ് ഇൻഫ്ലമേഷൻ ഇൻ അവർ സ്കാൽപ്പ് ആൻഡ് ദ സ്കാൽപ്പ് സ്റ്റേസ് ക്ലിയർ. എ ക്ലീൻ സ്കാൽപ്പ് ഇസ് ഓൾസോ എ ഹെൽത്തി സ്കാൽപ്പ്. അപ്പോൾ കുറച്ച് റെഗുലർലി വാഷിംഗ് ചെയ്യുക, ഷാംപൂ ചെയ്യുക. അതിൻ്റെ കൂടെ ഷാംപൂ ഇഫ് യു ഫീൽ ഇസ് കോസിങ് ഡ്രൈനെസ്, യൂസ് എ കണ്ടീഷണർ, യൂസ് എ ഹെയർ മാസ്ക്, അങ്ങനത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക ആ ഫ്രിസിനെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുപോലെ തന്നെ മറ്റൊരു ഇതിലേക്ക് വരുമ്പം സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കാണുന്നുണ്ട്. ഇപ്പോൾ നെറ്റി കയറി മുടി പോയിക്കൊണ്ടിരിക്കുക, വട്ടത്തിൽ മുടി പോയിക്കൊണ്ടിരിക്കുക. കഷണ്ടിന്ന് ആണുങ്ങൾക്ക് പറയാമെങ്കിലും സ്ത്രീകളിലും ഇത് നടക്കുന്നുണ്ട്, അല്ലേ? നെറ്റി ഒരുപാട് കയറിപ്പോകുന്നു, മുടി കുറഞ്ഞു പോകുന്നു. എങ്ങനെയാണ് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുക? സോ ഇതൊരു ജനറ്റിക് അലോപേഷ്യ എന്ന് പറയും. ജെൻസിൽ കാണുമ്പം ഇവിടെ നെറ്റി കയറി പോവുക, ആൻഡ് ഇവിടെ കഷണ്ടി ആവുക. ലേഡീസിലാണെങ്കിൽ ഇവിടുത്തെ നമ്മുടെ സെൻറ്റർ പാർട്ട് ഇങ്ങനെ വൈഡായി വരിക, അല്ലെങ്കിൽ നമ്മുടെ പോണിറ്റെയിലാണെങ്കിൽ അതിൻ്റെ കട്ട് ഇങ്ങനെ കുറഞ്ഞു വരിക.
സോ ഇതും വളരെ കോമൺ ആണ്. ബിക്കോസ് നമ്മൾ കോൺസ്റ്റന്റ്ലി ഏജ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, നമ്മൾ യങ് ആവുന്നില്ല. അപ്പോൾ ഇറ്റ്സ് എ നോർമൽ പാർട്ട് ഓഫ് ഏജിങ്. ഹെയർ ലോസ് ഇസ് എ നോർമൽ പാർട്ട് ഓഫ് ഏജിങ്, ബട്ട് we want to protect our hair as long as possible. One of the most effective treatment ആണ് minoxidil പറഞ്ഞൊരു ലോഷൻ ആണ്. അത് റെഗുലർലി നമ്മൾ തലയിൽ തേച്ചാൽ തലയിലേക്ക് വരുന്ന ബ്ലഡ് സപ്ലൈ കൂടും. അപ്പോൾ ആ ബ്ലഡ് സപ്ലൈ എക്സ്ട്രാ വരുന്നതുകൊണ്ട് ആ തിന്നിങ് പ്രോസസ്സ് ഒന്ന് നിൽക്കും. യൂഷ്വലി എന്താ പറ്റുന്നത്, നമ്മുടെ തിക്കായിട്ടുള്ള മുടി ഇങ്ങനെ തിന്നായി പോയിട്ടാണ് ആ ഏരിയയിൽ കഷണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ ഈ മിനോക്സിഡിൽ റെഗുലർലി തേച്ചുകൊണ്ടിരുന്നാൽ ആ തിന്നിങ് പ്രോസസ്സ് ഒന്ന് ഹോൾട്ട് ആവും. അപ്പോൾ യുവർ ഹെയർ വിൽ ബിക്കം തിക്കർ. ബട്ട് ദ പ്രോബ്ലം ഇസ് അതൊരു ക്യൂർ അല്ല, ബിക്കോസ് നമ്മുടെ ഏജിങ് പ്രോസസ്സ് നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി, എന്നിട്ട് നിങ്ങൾ ആ മെഡിസിൻ നിർത്തിയാൽ എക്സ്ട്രാ വരുന്ന ബ്ലഡ് നിൽക്കും, വീണ്ടും തിന്നിങ് വിൽ സ്റ്റാർട്ട് അഗെയിൻ. യു വിൽ ഗോ ബാക്ക് ടു വാട്ട് ഇറ്റ് വാസ് ബിഫോർ. അപ്പോൾ അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. ഇതൊരു കോസ്മെറ്റിക് പ്രോബ്ലമാണ്. നിങ്ങൾക്ക് അങ്ങനെ നല്ല തിക്ക് ഹെയർ ലൈക്ക് യു വെയർ ഇൻ യുവർ 20s വേണമെങ്കിൽ ഇതൊരു വെരി ഗുഡ് മെഡിസിൻ ആണ് ദാറ്റ് യു ക്യാൻ അപ്ലൈ. സോ ഏർലി ട്രീറ്റ്മെൻറ്റ് ഇസ് കീ. ആ മുടി അവിടുന്ന് ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് തേച്ചിട്ട് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു കം ബാക്ക്. അപ്പോൾ ആ തിന്നിങ് ടൈമിൽ തന്നെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ പ്രൊട്ടക്റ്റ് എ ലോട്ട് ഓഫ് ആർ ഹെയർസ്. ഇപ്പം ഇത്തരം കാര്യങ്ങൾ പറയുമ്പം തന്നെ ആളുകൾ ഇപ്പം ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഇവിയോണിനെ പോലെ, അതൊക്കെ എത്രത്തോളം ഫലപ്രദമാണ്? ഇവിയോൺ ടാബ്ലറ്റ്സ് നമ്മൾ സ്കിന്നിലും തേക്കാറുണ്ട്. പീപ്പിൾ ബ്രേക്ക് ദ ക്യാപ്സ്യൂൾ ആൻഡ് അപ്ലൈ ഓൺ ദ സ്കിൻ, ദേ അപ്ലൈ ഓൺ ദ ഹെയർ. എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ ബെനിഫിറ്റ്സ്. സയൻറ്റിഫിക്കലി എവിഡൻസ് ഉണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. ബട്ട് whatever a person feels benefits them, you can try. ഈ റോസ്മേരി ഓയിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് തലയിൽ. പിന്നെ കാസ്റ്റർ ഓയിൽ, കുറേ ടൈപ്സ് ഓയിലുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഐ നെവർ സ്റ്റോപ്പ് പേഷ്യൻസ് ഫ്രം യൂസിങ്. ഹോം റെമഡീസ് എപ്പോഴും ട്രൈ ചെയ്യാം. അതൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ റിസൾട്ട് കാണുന്നില്ലെങ്കിൽ യു ക്യാൻ ഓൾവേസ് ട്രൈ മെഡിസിൻസ് വിച്ച് ഹാവ് ബീൻ ടെസ്റ്റഡ്. ഇപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ ഹെയറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് അല്ലേ? അതിലെന്തെല്ലാം ശ്രദ്ധിക്കണം? സോ ന്യൂട്രീഷൻ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കിൻ ആൻഡ് ഹെയർ. ആൻഡ് ആസ് വി ഏജ് നമ്മുടെ കൊളാജനൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഡയറ്റിൽ കുറച്ച് ഫോക്കസ് ചെയ്യണം. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ വെരി റിച്ച് ഇൻ മൈക്രോന്യൂട്രിയൻസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻസ്. അപ്പോൾ ലോട്ട്സ് ഓഫ് നട്ട്സ് ആൻഡ് സീഡ്സ്, ബെറീസ്, പിന്നെ നമ്മൾ പച്ചക്കറികൾ കുറച്ചധികം കഴിക്കുക, ലോട്ട്സ് ഓഫ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഇതല്ലാതെ ലൈഫ് സ്റ്റൈൽ നോക്കുമ്പം സ്ട്രെസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ നോട്ട് ഹെൽപ്പിംഗ് അവർ സ്കിൻ, എസ്പെഷ്യലി സ്മോക്കിംഗ് വെരി ഡെട്രിമെൻ്റൽ ടു സ്കിൻ. ഭയങ്കര ഏജിങ് കൂട്ടുന്ന ഒരു സാധനമാണ് സ്മോക്കിംഗ്. അപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ നോക്കുക. കുറച്ച് യോഗ മെഡിറ്റേഷൻ ടൈം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അങ്ങനത്തെ ജനറൽ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് നമുക്കെല്ലാവർക്കും അറിയാം, പക്ഷേ പ്രാക്ടീസിൽ കൊണ്ടുവരാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ സപ്ലിമെൻറ്റ്സ് എപ്പോഴും ഉണ്ടാവും, ബട്ട് ദ മെയിൻ സപ്ലിമെൻറ്റ്സ് ഷുഡ് കം ഫ്രം ഹോൾ ഫുഡ്സ്. നമ്മൾ ഹെയർ ലോസിനും സ്കിന്നിനും എപ്പോഴും സപ്ലിമെൻറ്റ്സ് കൊടുക്കും 1 to 2 months and all. ബട്ട് ഒരു ബേസ് ലൈൻ ആയിട്ട് നമ്മുടെ ഡയറ്റ് തന്നെ ഒന്ന് നന്നാക്കിയാൽ ഓവർ ദ ലോങ് റൺ നമുക്ക് വളരെ റിസൾട്ട് ഉണ്ടാവും. എനിവേ താങ്ക് യു ഡോക്ടർ. താങ്ക് യു സർ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. ഇപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ അത് പുറത്ത് മാത്രം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഓരോ സ്കിന്നും ഓരോ ടൈപ്പും നമ്മുടെ സ്കിന്ന് എന്താണ് എന്നറിഞ്ഞ് അതിന് ട്രീറ്റ് ചെയ്യുക. ഒപ്പം തന്നെ നല്ല ഭക്ഷണം കഴിക്കുക. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.